ലാൽ കൃഷ്ണനാണ് നമുക്കിപ്പോൾ ചേരുന്നത്. ലാൽ ആള് ഒരു രക്ഷയില്ലല്ലോ, അങ്ങ് പാടല്ലേ. മാത്രമല്ല ഇതിലിപ്പോൾ നമുക്ക് ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ വിഷ്വൽ എഡിറ്റർ വൈശാഖേട്ടൻ്റെ മകനാണ് ജാദവ്. അപ്പോൾ ജാദവ് ഒരു രക്ഷയിൽ അങ്ങ് പാടി തകർക്കുകയാണല്ലേ ലാൽ? നമ്മൾ ആദ്യം ഇതിനകത്ത് വൈശാഖനെ തന്നെ ലൈവിൽ നിർത്തണം എന്നാണ് ആഗ്രഹിച്ചത്. കാരണം പുള്ളിയെ നേരിട്ട് കണ്ടനുഭവിച്ച ഒരാളാണ്. മാത്രമല്ല ജാദവിനെ മിക്കവാറും നേരിട്ട് എപ്പോഴും ഇടപെടുന്ന ഒരാളും പുള്ളിയാണല്ലോ. അപ്പോൾ ജാദവിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ എന്തായാലും വൈശാഖനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വൈശാഖനെ നിർത്താൻ പറ്റില്ല. പറ്റിയാൽ എപ്പോഴെങ്കിലും കൊണ്ട് നിർത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും രസകരമായത് അദ്ദേഹം പറഞ്ഞ് നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് പറയും. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ പിറന്നാളാഘോഷമായിരുന്നു. 70ാം പിറന്നാളിൻ്റെ ആഘോഷം മലപ്പുറത്ത് നടന്നതാണ്. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ മുറ്റത്ത് കിട്ടിയൊരു സ്റ്റേജാണ്. വീഡിയോ എടുത്ത ആരാണെന്നോ പോസ്റ്റ് ചെയ്ത ആരാണെന്നുള്ളതിനെക്കുറിച്ച് അവർക്കും അറിയുന്നില്ല. ഇത് വൈറലായി പോകുന്നുണ്ട് എന്നുള്ള കാര്യം പോലും അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്താണെങ്കിലും ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ പാട്ടൊക്കെ പാടുന്ന വീഡിയോ ഒക്കെ പുറത്ത് വരുന്ന സമയം തൊട്ടുമുണ്ടായ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എന്തായാലും പിറന്നാളാഘോഷം പരിപാടിയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഒരു പാട്ട് പാടിയാലോ അതിനോട് ചോദിച്ചതിനിപ്പോൾ പുള്ളിക്കാരൻ പാട്ട് പാടാം എന്നുള്ളത് ചാടിക്കയറി നേരെ മൈക്കെടുത്തു. മൈക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് പറയാം. മൈക്കെടുത്ത് ഇഷ്ടംപോലെ പാട്ടുകൾ പാടും. പുള്ളി പാട്ടല്ല, ഇത് കൂടാതെ വേറെയും പല പാട്ടുകളും പാടിയിട്ടുണ്ട്. ഈ പാട്ട് അതിൻ്റെ താളം പുള്ളി പാടുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ താളവും അതിൻ്റെ ഒരു ശ്രുതിയും പിന്നെ പുള്ളി അതിൻ്റെ ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നല്ല രസകരമായിട്ട് പാടിപ്പോകുന്നത്. അമ്മൂമ്മയാണ് ഈ പാട്ട് പുള്ളിനെ പഠിപ്പിച്ചത്. അതുപോലെ കുറേ പാട്ടുകൾ പുള്ളിയുടെ കയ്യിലുണ്ട്. മൈക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളായ കാരണം എപ്പോൾ ചാൻസ് കിട്ടിയാലും പാട്ട് പാടാൻ ഒരു മടിയും കാണിക്കാത്തൊരു മനുഷ്യനാണ് ജാദവ്. 4 വയസ്സേ ഉള്ളൂ. പക്ഷേ ആള് നല്ല കുറുമ്പനാണ് എന്നുള്ളത് പുള്ളിയുടെ പാട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതെ അതെ അതെ, എന്താണെങ്കിലും ഒരു കുട്ടിക്കുറുമ്പൻ. അവന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കുഞ്ഞ് ഇതുപോലെ തന്നെ പോകട്ടെ. വൈശാഖേട്ടനെ കാണുമ്പോഴും പറയണം കുഞ്ഞിനെ പാട്ട് പഠിക്കാനൊക്കെ വരണമെന്ന്. വളരെ കഴിവുള്ളൊരു കുഞ്ഞാണ് ജാദവ്. അപ്പോൾ ജാദവിന് എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. അവനൊന്നും മനസ്സിലാവില്ല എങ്കിൽ കൂടി നമുക്ക് പറയാമല്ലോ. ശരി ലാൽ.